വ്യായാമ കൂട്ടായ്മ മെക്സവനെതിരായ CPIM ആരോപണത്തെ പിന്തുണച്ച് BJP നേതാവ് വി മുരളീധരൻ. മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമുണ്ട്. വൈകിയാണെങ്കിലും CPIMന് ആ തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണെന്നും വി മുരളീധരൻ. അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDFും ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. അല്ല, CPM ആശങ്ക ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാരണം CPM പറയുന്നതെല്ലാം മോശമാണെന്നൊന്നും ഞങ്ങൾ പറയില്ല. CPMന് ചില കാര്യങ്ങളിൽ തിരിച്ചറിവുണ്ടാകുന്നത് വൈകിട്ടാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി മുൻ കേന്ദ്രമന്ത്രിയിൽ നിന്നുണ്ടായ അതിലേക്കാണ് ഇനി. വ്യോമസേന നൽകിയ സഹായങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് കാലങ്ങളായുള്ള നടപടിയാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനം വ്യോമസേനയ്ക്ക് പണം നൽകേണ്ടി വരില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. വാസ്തവത്തിൽ ഇതിനെയൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് വേണമെങ്കിൽ വിളിക്കാവുന്നത്. അക്കൗണ്ടിങ് ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ സർക്കാരിൻ്റെ ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമം എന്നുള്ളതിനപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യമില്ല. ഈ പണം വ്യോമസേനയുടെ രക്ഷാദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിലവാകുന്ന പണം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പണം നൽകുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെങ്കിൽ കേന്ദ്ര സർക്കാരിലെ വേറൊരു വകുപ്പായിട്ടുള്ള പ്രതിരോധ വകുപ്പ് ഇതിൻ്റെ പണം ഈടാക്കുകയും ചെയ്യും. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം, ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചെയ്യുന്ന കൂടുതൽ വിവരങ്ങളുമായി. ടോബി, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ഇപ്പോൾ പ്രതികരിച്ചത്. ഏറ്റവും ആദ്യം അറിയേണ്ടത് ഈ മുണ്ടക്കയിലേക്കുള്ള അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള സഹായം അല്ലെങ്കിൽ ഫണ്ട് അത് അനുവദിക്കാതിരിക്കുന്നു. അതേസമയം തന്നെ കേരളത്തോട് പണം ആവശ്യപ്പെടുന്നു. ആ കത്ത് പുറത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വി മുരളീധരന്റെ പ്രതികരണം കൂടി വരുന്നത്. അതിൽ കൃത്യമായി പറയുന്നു, ഇതെല്ലാം ഒരു നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ്, കേരളത്തിന് പണം നൽകേണ്ടി വരില്ല, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ CPM ശ്രമിക്കുന്നു എന്ന കുറ്റപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ തരത്തിലാണ്. അതായത് ഇത് രാഷ്ട്രീയമായി CPM ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ആഭ്യന്തര മന്ത്രാലയമാണ് ഈ സേനയുടെ തുക നൽകേണ്ടത്. അത് പ്രതിരോധ മന്ത്രാലയത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. ആ തുക ആഭ്യന്തര മന്ത്രാലയം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതൊരു അവഗണനയായി കാണാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തുക നേരെ വാങ്ങി തിരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. കൃത്യമായ കണക്കുകൾ ഹാജരാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു നടപടി. അതാണ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു. അനാവശ്യമായ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്വന്തം വീഴ്ച മറച്ചുവെക്കാനാണ് സർക്കാരും ശ്രമിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവാദത്തിൽ നിന്നും പിന്മാറി മുഖ്യമന്ത്രി വയനാടിന് സഹായം ലഭ്യമാക്കാൻ തയ്യാറാകണമെന്നും കൂടി ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറയുന്നു. നികുതി പണം നിയമപരമായി മാത്രമേ ചെലവാക്കാനാകൂ എന്നാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ് ഇക്കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നുകൂടി മന്ത്രി വി മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ കാശ് കൊടുക്കേണ്ട വരില്ല, പക്ഷെ ഇതൊരു രാഷ്ട്രീയമായി തന്നെ CPM ഉപയോഗിക്കുന്നുവെന്ന് തന്നെ അദ്ദേഹം പറയുന്നു. എന്തായാലും ടോബി ജോൺസൺ ആണ് കോട്ടയം.